വടകരയിലെ കാഫിർ പരാമർശമുള്ള വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിച്ചതിൽ യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി വടകര SP ഓഫീസ് മാർച്ച് നടത്തും. ഈ മാസം 9-നാണ് മാർച്ച്. സ്ക്രീൻഷോട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച മുൻ MLA ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി വേണമെന്നാവശ്യം. BJPക്ക് 150-ലധികം സീറ്റുകൾ ലഭിക്കില്ല എന്ന് രാഹുൽ ഗാന്ധി. യുവജനങ്ങൾക്ക് തൊഴിൽ ഉറപ്പാക്കാൻ പെഹ്ലി നൌക്കരി പക്കി പരിപാടി നടപ്പാക്കും. മധ്യപ്രദേശിലെ ജോപ്പത്തിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ. അമേഠിയിൽ കോൺഗ്രസ് ഓഫീസിനു നേരെ ആക്രമണം. നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ അടിച്ചുപൊട്ടിച്ചു. പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിലെത്തുന്നതിന് തൊട്ടു മുൻപായിരുന്നു അക്രമം. BJP ആണ് അക്രമത്തിനുമില്ലെന്ന് കോൺഗ്രസിന്റെ നെറുകെട്ട കളിയെന്ന് BJP. ജൂൺ 4-ന് ഒഡീഷ സർക്കാരിന്റെ എക്സ്പയറി ഡേറ്റ് ആയിരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നവീൻ പട്നായിക്കിനെതിരെയും രൂക്ഷ വിമർശനം. സംസ്ഥാനത്ത് BJP അധികാരത്തിൽ വരുമെന്നും മോദി. പ്രജ്വൽ രേവണയ്ക്കെതിരായ ലൈംഗിക പീഡന കേസ് കോൺഗ്രസ് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നില്ല എന്ന് സിദ്ധരാമയ്യ. പീഡനത്തിനിരയായവർക്ക് നീതി ഉറപ്പാക്കുക മാത്രമാണ് ലക്ഷ്യമെന്നും കർണാടക മുഖ്യമന്ത്രി. കർണാടക BJPയുടെ എക്സ് ഹാൻഡലിൽ മുസ്ലിം വിഭാഗത്തിനെതിരെ പങ്കുവച്ച വിദ്വേഷ വീഡിയോയിൽ BJP നേതാക്കൾക്കെതിരെ കേസ്. BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയ്ക്കും സംസ്ഥാന അധ്യക്ഷൻ വിജയേന്ദ്രയ്ക്കും IT സെൽ മേധാവി അമിത് മാളവിക്കുമെതിരെയാണ് കേസ്. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കോൺഗ്രസിനെതിരെ ആരോപണവുമായി പാർട്ടി വിട്ട രാധിക ഖേര. അയോധ്യ സന്ദർശിച്ചതിന് പേരിൽ പാർട്ടി നേതാക്കളിൽ നിന്ന് കടുത്ത അപമാനം നേരിടേണ്ടി വന്നു. നേതൃത്വത്തോട് പരാതിപ്പെട്ടിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും രാധിക ഖേര. ഉത്തർപ്രദേശിലെ ഫത്തേർപൂർ സിക്രിയിൽ BJP MLAയുടെ മകൻ സ്വതന്ത്രനായി മത്സരിക്കുന്നു. സംഭവത്തിൽ MLA ബാബുലാൽ ചൗധരിയോട് പാർട്ടി വിശദീകരണം തേടി. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സ്ഥാപിച്ച പോസ്റ്ററുകളും കൊടിതോരണങ്ങളും നീക്കം ചെയ്യാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശം. മുഴുവൻ പ്രചാരണ സാമഗ്രികളും മെയ് 10-നകം നീക്കും. പാർട്ടി നേതാക്കളും പ്രവർത്തകരും ഇതിനായി രംഗത്ത് വരണമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ്.